ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇതെന്താ ഇരുട്ടൂത്തി കിടക്കുന്നതെന്നല്ലേ? ഞാൻ അവിടെ നിന്ന് എണ്ണീറ്റിങ് വരുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 4:30 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 4:30 4:45 ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ എപ്പോഴും 5:30 മണിയാകുമ്പോഴാണ് എണ്ണീറ്റ് വരുന്നത്. 5:15 5:30 എണ്ണീറ്റ് വരും. പക്ഷെ ഇന്ന് അന്നമോൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ആയതുകൊണ്ട് നേരത്തെ പോകണം. അപ്പോൾ ജങ്കാറും അവർക്ക് കടത്തും അവർക്ക് എന്തോ ഭയങ്കര സ്ലോ ആണ്. 10-20 മിനിറ്റ് പിടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് വരാനായിട്ട്. അപ്പൊ ചെല്ലുന്ന സമയത്ത് കടത്ത് വിട്ടുപോയ പിന്നെ 20 മിനിറ്റ് അവരവിടെ നിൽക്കണം. അപ്പൊ ഞാൻ കരുതി എന്തായാലും ഒരു 10 മിനിറ്റ് നേരത്തെ വിടത്തക്ക രീതിയിൽ ഇന്ന് വിടാം എന്ന് കരുതി. സാധാരണ ഇവിടെ നിന്ന് 8:45 പോകുന്നത്. അപ്പൊ ഇന്നൊരു 8:30 മുന്നേ തന്നെ ഇവിടെ നിന്ന് വിടണം എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമുക്ക് വ്ലോഗ് കൊടുക്കണം. അപ്പൊ ഇത് കണ്ടില്ലേ, 5 മണിയായി വരുന്നതേ ഉള്ളൂ. അപ്പൊ രാവിലെ തന്നെ നടയിൽ തിരിയൊക്കെ കത്തിച്ച് ഞാൻ എന്താ ഒന്ന് പുറത്തേക്ക്, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ രാവിലെ വന്നിട്ട് ഈ ജനലല്ല ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ ആ അടച്ചു പൂട്ടിയ ഫീൽ ചെയ്യുന്ന ഇങ്ങനെ നല്ല ഫ്രഷ് എയർ ഇങ്ങനെ വരില്ലേ, നമുക്കിങ്ങനെ ശ്വസിക്കാനായിട്ട് ഇങ്ങനെ പറ്റില്ലേ. അപ്പൊ അടിപൊളിയാണ്. അപ്പൊ അങ്ങനെ വലിയ വെട്ടമൊന്നും വെച്ചിട്ടില്ല. ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് പണികളുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റതാണ്. നമുക്ക് അലക്കാനുണ്ട്. ഈ 2 പൂച്ചകളും നമ്മുടെ സ്റ്റെപ്പേലാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ഡോറ് തുറക്കുന്ന ഒച്ച കേട്ടപ്പോഴത്തേനും സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ പോയി അലക്കലിൻ്റെ മണ്ടേ കയറി ഇരുന്നാണ് കേട്ടോ. അപ്പം ഞാൻ ഇറങ്ങി വരുന്ന കണ്ടപ്പോഴത്തേനും 2 ആളും ഓടി നമ്മുടെ ഷീറ്റിൻ്റെ പുറത്തേക്ക് കയറി കേട്ടോ. ഇവരുടെ സ്ഥിരം സ്ഥലമാണ് നമ്മുടെ സ്റ്റെപ്പയിൽ ഇട്ടേക്കണ ചവിട്ടിയിലാണ് ഇവർ കിടക്കണത്. ഡോർ എങ്ങനെ അനങ്ങളെ ഒച്ചയായിട്ട് അവിടെ നിന്ന് ഓടി ചാടി പോയിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ മേലെ അല്ലെങ്കിൽ അലക്കലിൻ്റെ മേളിൽ അങ്ങനെ നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കിളിക്കുട്ടന്മാരെങ്ങനെ കൊതിയോടെ നോക്കി നിൽക്കുന്നത് കാണാം. അതാ ഞാനങ്ങ് ഇറങ്ങി വന്നപ്പോഴത്തേനും 2 എണ്ണം ഓടി ഷീറ്റിന്റെ പൊക്കത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് അലക്കാനുണ്ട്. അപ്പൊ അലക്കാനുള്ളതെല്ലാം കയ്യോടെ തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പപ്പയും മക്കളും പോയി കഴിയുമ്പോൾ എനിക്കത് വിരിച്ചിടാനുള്ള പണിയേ ഉണ്ടാവുള്ളൂ. എനിക്ക് 2 തവണ അലക്കാനുണ്ടാവും. ഞാൻ ആഴ്ചയിൽ 2 ദിവസമാണ് അലക്കണത്. അത് ഞാൻ 2 തവണയായിട്ടാണ് അലക്കണത്. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്ത് വെക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി പല്ലും തേക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയി നടക്കില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പല്ലൊക്കെ തേക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ തലേ ദിവസം തന്നെ. പക്ഷെ അത് വേറൊരു കാര്യം, ഞാൻ പുറകെ പറയാം. അപ്പോൾ അങ്ങനെ അലക്കാനുള്ളതെല്ലാം സെറ്റാക്കി ഇടുവാണ്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 2 ട്രിപ്പായിട്ടാണ് അലക്കുന്നത്. അപ്പം അങ്ങനെ ഫുള്ളായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഞാനൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അടച്ചു വെക്കും. ഇത് സെമിയാണ് കേട്ടോ. ഒരാട് ആരോ തിരിച്ചിട്ട് വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് ആണോ? അല്ലട്ടാടാ, എൻ്റെ വാഷിംഗ് മെഷീൻ സെമിയാണ്. എന്നിട്ട് ഞാൻ ഡോർ അടച്ചിടും, ഞാൻ ലൈറ്റും അങ്ങോട്ട് ഓഫ് ചെയ്യും. എന്നിട്ട് ഞാൻ പിന്നെ വന്നിട്ട് ബാത്റൂമിൽ നിന്നിട്ടാണ് പല്ലും കാര്യങ്ങളൊക്കെ തേക്കുക. അവിടെ വാഷ് ബേസിൻ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് പല്ലൊക്കെ തേച്ച് കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി ഒന്ന് ഫ്രഷായ ശേഷം മാത്രമേ ഞാൻ കിച്ചണിലോട്ട് വരത്തുള്ളൂ. നമ്മൾ നേരെ എണ്ണീറ്റ പാടെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തേക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ അമ്മയൊക്കെ ഭയങ്കര കൃത്യതയോടുകൂടിയൊക്കെ ചെയ്യുമായിരുന്നു. പല്ലും മുഖമൊക്കെ തേച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി നന്നായിട്ട്. അമ്മ അങ്ങനെ വലിയ സൗന്ദര്യ മത്സരത്തിന് പോകുന്ന ഒരുക്കമൊന്നും അല്ലെങ്കിലും നല്ല വൃത്തിക്ക് അമ്മ അടുക്കളയിൽ കയറത്തുള്ളൂ രാവിലെ. അപ്പം ഞാൻ എന്താ രാവിലെ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനി അംഗം തുടങ്ങാം എന്നുള്ള പാകത്തിന് കിച്ചണിലേക്ക് വരികയാണ്. പക്ഷേ വന്നപ്പോഴത്തേനും ഭയങ്കര സങ്കടമുള്ള ഞാൻ എപ്പോഴും എൻ്റെ വ്ളോഗിൽ പറയില്ലേ, എനിക്ക് നമ്മൾ മാവൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പൊങ്ങിയിരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. പക്ഷെ എന്തോ ഒരു കഷ്ടകാലത്തിന് ഞാൻ ഈസ്റ്റ് ഇടാൻ മറന്നുപോയി. വെള്ളയപ്പത്തിൻ്റെ മാവ് കലക്കി വെച്ചപ്പോഴത്തേനും വെച്ച് കഴിഞ്ഞ് ഏറ്റവും ഫൈനലിൽ അവസാനത്തെ ഒരു മിക്സിയിലിട്ടൊരു കറക്കുമ്പോഴാണ് ഞാൻ ഈസ്റ്റ് ഇടുന്നത്. ഈസ്റ്റ് ഞാൻ എടുത്തു വെച്ചു അവിടെ. പക്ഷെ ഞാൻ ഇടാൻ മറന്നുപോയി. എന്തോ കാര്യത്തിന് ജോക്കുട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അതിലേക്ക് അങ്ങോട്ട് ആയിപ്പോയി. പിന്നെ ഞാൻ ഇട്ടൂല്ല. ഇതിങ്ങനെ പൊന്താണ്ടായപ്പോഴാണ് അച്ചോടാ ഈസ്റ്റ് അവിടെ മിക്സിയുടെ അടുത്ത് ഓവൻ്റെ മേലെ ഇരിക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് വിഷമമായിട്ട്. പക്ഷെ നോക്കിയപ്പോഴത്തേനും അരികത്തുനിന്ന് ഇങ്ങനെ പയ്യെ ഇങ്ങനെ ബബിൾസ് പോലെ നമുക്ക് പൊങ്ങി വരുന്നത് പോലെ വരുന്നുണ്ട്. അപ്പം ഞാൻ കരുതി ചിലപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും പൊങ്ങുമായിരിക്കും. ഇപ്പോൾ ഏകദേശം 5 മണിയെല്ലാം ആയിട്ടുള്ളൂ. അപ്പം ഞാൻ വെള്ളക്കടല അവിടെ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പം ഞാൻ പുതിയൊരു കുക്കർ മേടിച്ചു കേട്ടോ. എന്തായാലും നമുക്ക് ക്രിസ്മസിന് കേക്ക് വയ്ക്കണം. കേക്ക് എന്തായാലും ഒരു 2-3 ഉണ്ടാക്കണം. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ, നമുക്ക് ഇവിടെ ഒരെണ്ണം മുറിക്കാൻ, ട്യൂഷൻ പിള്ളേരുടെ സെലിബ്രേഷനും ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പ്ലം കേക്കാണ് എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്നത്. മറ്റേ കേക്ക് ഉണ്ടാക്കും, പക്ഷെ എന്നാലും നല്ല കോൺഫിഡൻസ് ഉള്ളത് പ്ലം കേക്കാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ കുക്കർ വേണം. ഈ കുക്കർ കേക്ക് ഉണ്ടാക്കാനുള്ളതല്ല. പഴയ കുക്കറിൽ കേക്ക് ഉണ്ടാക്കി വരുമ്പോഴത്തേനും കുക്കർ ചീത്തയാകും. കാരണം ഭയങ്കരമായിട്ട് ചൂടിങ്ങനെ പിടിച്ച് ഞാനെപ്പോഴും നമ്മുടെ പഴയ കുക്കറിലേക്ക് ഇത് കളയാനും മടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏട്ടനെപ്പോഴും പറയും, നീ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ, അപ്പം നീ ഒരു കുക്കർ വേറെ മേടിക്ക്. അങ്ങനെ ഞാൻ മേടിച്ചതാണ്. പക്ഷെ ഇത് കുറച്ച്
ടൈറ്റ് ആണ് കേട്ടോ, ബട്ടർഫ്ലൈയുടെ ആണ്. 3500 എബോ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ്. പക്ഷെ എന്നാലും നല്ല സാധനമാണ്. എനിക്ക് ആദ്യം ഒരു പേടിയായിരുന്നു, ഭയങ്കര ടൈറ്റായിട്ട് എനിക്ക് അടക്കാനൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് രണ്ടാമതൊന്ന് അമർത്തി പിടിച്ചൊക്കെ അടച്ചിട്ടാണ്. പിന്നെ ഞാൻ ആദ്യം വെറുതെ ഇച്ചിരി ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് ഒരു വിസൽ അടുപ്പിച്ച് നോക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം അതിൻ്റെ വാഷറൊക്കെ ഒന്ന് മയപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് വെക്കാനുള്ള കറികൾക്ക് വേണ്ടിയിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ അവിടെ റെഡി ആവുന്നുണ്ട്. നമുക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു വെള്ളയപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരുമെന്ന്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂറൊക്കെ കൊണ്ട് ഒരുവിധം ഇച്ചിരിയൊക്കെ പൊങ്ങി വരുമായിരിക്കും. അപ്പോൾ ഞാൻ മുട്ട അവിടെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു കാര്യം ഉണ്ടായില്ല, കൈകൊണ്ട് ഞാനൊന്ന് തട്ടി കൊടുത്തപ്പോഴത്തേനും ഒരു മുട്ട ചട്ടിയുടെ അരികത്തൊന്ന് കൊണ്ടിട്ടുണ്ട്. അതെന്തായാലും പൊട്ടുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. വെന്ത് വരുമ്പോഴത്തേനും വിണ്ടുപോകുന്നു, എത്ര ഉപ്പിട്ടാലും വെളിച്ചെണ്ണ ഇട്ടാലും. ആ ഉപ്പും വെളിച്ചെണ്ണ ഇട്ടിട്ട് അങ്ങനെ തന്നെ അടച്ചു വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഒന്ന് തട്ടി കൊടുത്തു, വെറുതെ ഒന്നിങ്ങനെ കൈകൊണ്ട് ഇളക്കി കൊടുത്തപ്പോഴത്തേനും ഒരു മുട്ട പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കര ഡാമേജ് ആയിട്ടുള്ള പൊട്ടലല്ല, കുഴപ്പമില്ല. അപ്പോൾ അത് നമുക്ക് ചന മസാല റെഡിയാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 2 തക്കാളി, 1.5 സവാള, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും നല്ല പേസ്റ്റ് പരുവത്തിൽ അരിച്ചെടുക്കുക. അപ്പം നമ്മുടെ കുക്കർ ഒരു വിസൽ ഉപ്പുവെള്ളമൊക്കെ ഒഴിച്ചൊന്ന് അടിച്ചെടുത്തൊന്ന് മയപ്പെടുത്തി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട്, ശരിക്കും ഇത് കടുകെണ്ണയിലൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ ഈ ചന മസാലയുടെയൊക്കെ, നമ്മുടെ വെള്ളക്കടലയുടെയൊക്കെ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ അതൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ചെയ്തത്. അതിലേക്ക് നമ്മുടെ സാധാരണ ജീരകം ഇട്ടു, പട്ട ഇട്ടു, 1 ഏലക്ക ഇട്ടു, 3 ഗ്രാമ്പു ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ്. കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞു വരാനേ പാടുള്ളൂ. അതിലേക്ക് കുറച്ച് ഗരം മസാലയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഈ പൊടി കരിഞ്ഞു പോരുത് കേട്ടോ, കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റേ പോയി. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി സവാളയൊക്കെ ഇട്ടുള്ള കൂട്ടില്ലേ, അതിട്ട് കൊടുക്കാം. ഈ തക്കാളിയുടെയും സവാളയുടെയും ഈ അരപ്പ് നന്നായിട്ട് വെള്ളം പോയി ശരിക്കും നല്ലൊരു കുറുകുറ പരുവത്തിൽ വന്നം. നമ്മുടെ ഇതിന്ന് ഇങ്ങനെ വിട്ട് കിട്ടുന്ന ഒരു പരുവത്തിൽ വന്നം. പച്ച ടേസ്റ്റിന് നമ്മൾ അതിലേക്ക് കടല ആഡ് ചെയ്യരുത്. നന്നായിട്ട് അത് വഴണ്ട് വന്ന ശേഷം നമ്മൾ അതിലേക്ക് കടല ഇട്ട് കൊടുക്കുക. ഈ കടല തലേ ദിവസം തന്നെ ഞാനൊരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ കുതിർത്ത് വെച്ചതാണ്. കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളക്കടല കുതിർത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച ശേഷം ഉപ്പിടുക, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാര ഇടുക, അതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എനിക്കിത് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് കൊടുത്തു വിടാനാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ചാറുകറി പോലെയല്ല, കുറച്ച് ഡ്രൈ ആയിട്ടാണ്. ഇതിൻ്റെ റെസിപ്പി ലഞ്ചിൻ്റെ ഇത് നിങ്ങൾ ഇന്നലെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഫുൾ റെസിപ്പി വീഡിയോ ഇന്ന് ഇടാന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം പൊട്ടിപ്പോയി കേട്ടോ. അപ്പം അതിൻ്റെ തോടാണ് ആ വെള്ളത്തിൽ ഒഴുകി കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കറിൽ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾപ്പിച്ചു. ഈ ചനക്കടലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ. അതിന് പിന്നെ ഒരു 5 വിസിൽ ലോ ഫ്ലെയിമിൽ കേൾപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് വെന്ത് കിട്ടിയത്. അപ്പം നമുക്ക് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിൽ സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളക് 1 പിന്നെ കുറച്ച് വേപ്പിലയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴട്ടിയെടുത്തിട്ടുണ്ട്. പച്ച ആയിട്ടുള്ള സവാളയിലേക്ക് നമ്മൾ പൊടികൾ ഇടരുത്. അത് വഴണ്ട് വന്ന ശേഷം നമുക്ക് വെപ്രാളം കൂടുമ്പോൾ നമ്മൾ ഇട്ട് പോകും. പക്ഷെ നമ്മൾ ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്താൽ നന്നായിട്ട് അത് മൊരിഞ്ഞ് കിട്ടും. അതിലേക്ക് നമ്മൾ മുട്ടക്കറി മസാല ഇട്ടിട്ടുണ്ട്, കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നപ്പോഴത്തേനും അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട്. ഈ മുട്ടക്കറി മസാലയൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാനങ്ങനെ മേടിക്കാറില്ല, പക്ഷേ ഇത്തവണ എന്തോ അങ്ങനെ പോയപ്പോഴത്തേനും കണ്ടപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ മുട്ടക്കറി മസാല മേടിച്ച്, ഇതിന് മുന്നേ റെസിപ്പിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, മുട്ടക്കറി മസാല പൊട്ടിച്ചിടുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് ആ മസാലക്കൂട്ട് അവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നേരം വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുട്ടയൊക്കെ നമ്മൾ പച്ചവെള്ളത്തിലിട്ട് അതിൻ്റെ ചൂടൊക്കെ മാറ്റി അതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. നമുക്കിങ്ങനെ ഒന്ന് പയ്യെ കൊട്ടിക്കൊടുത്തിട്ട് ആ കിച്ചൺ സ്ലാബിലിട്ടൊന്ന് ഉരുട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് അതിൻ്റെ തോല് പൊളിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ നഖം കൊണ്ടും നമ്മൾ വലിക്കുന്ന ആ വലിയിലൊക്കെ അതിന് ഡാമേജ് പറ്റും കേട്ടോ. കുറച്ച് നമ്മൾ ക്ഷമയോടെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാം. നമുക്ക് ക്ഷമയില്ലാണ്ടാവുമ്പോഴും പിന്നെ നന്നായിട്ട് വേഗാണ്ടാവുമ്പോഴൊക്കെയാണ് മുട്ടയ്ക്ക് ഇങ്ങനെ പൊളിക്കുമ്പോൾ ഡാമേജ് വരുന്നത്. അപ്പോൾ നമ്മുടെ
മുട്ടക്കറിയുടെ ആ ഒരു ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇട്ട മുട്ടക്കറിയാണ് കേട്ടോ. അത് വേകാൻ ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് ഒതുക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോഴേ അടുക്കള നമുക്കങ്ങ് മെനയായി കിട്ടത്തുള്ളൂ. നമ്മളെല്ലാം കഴിഞ്ഞ് അവസാനം ഒതുക്കാന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ കിച്ചൺ സ്ലാബിന്റെ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നമുക്ക് ഉണ്ടാകാം, പാത്രങ്ങൾ ഉണ്ടാകാം, കഴുകി നമ്മൾ മരിക്കും. അപ്പൊ ദാ അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. പുഴുങ്ങിയ മുട്ടയിട, ഏറ്റവും ലാസ്റ്റ് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും. കഴിഞ്ഞ ഏതൊരു ഷോർട്സിൽ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ അയ്യേ ഇങ്ങനെയാണോ ഫുഡ് കഴിക്കുന്നതെന്ന് ആരോ എന്നോട് ചോദിച്ചു. അത് ആരാ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ടൊരു 3 വർഷം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ കല്യാണം. വെറും 1400 രൂപ മാത്രം വീട്ടുജോലിക്ക് പോയി സാലറി മേടിക്കുന്ന ഒരമ്മയുടെ മകളായിട്ടാണ് ആ 3 വർഷം ഞാൻ കഴിഞ്ഞത്. ട്യൂഷൻ എടുക്കുന്ന നിസ്സാര സാലറി കൊണ്ടിട്ടാണ് കുടുംബം കഴിഞ്ഞു പോയിരുന്നതും ഡിഗ്രിക്ക് പഠിച്ചതും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ 3 നേരം വയറ് നിറച്ച് ഉണ്ണാനില്ലാണ്ടിരുന്ന അവസ്ഥകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടുന്നതൊക്കെ ഇല്ലേ, ദൈവം തരുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ എന്തായാലും ആ കമൻ്റ് ഇട്ട ആൾക്ക് എന്താ പറയുക, ഓരോരുത്തർ പൊതുജനം പലവിധം അല്ലേ എന്താ. ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ, ആ ഒരു 3 വർഷം എത്ര വിശപ്പ് ഞാൻ സഹിച്ചിട്ടുണ്ട്. അപ്പച്ചനുണ്ടായിരുന്ന സമയത്ത് എനിക്ക് സ്വർഗമായിരുന്നു. എന്ത് പറഞ്ഞാലും ഒറ്റ മകളാണല്ലോ, മേടിച്ചു തരാനും ഒക്കെ. പെട്ടെന്നുണ്ടായിരുന്ന അപ്പച്ചൻ്റെ ആ മരണം അമ്മേനെ വല്ലാണ്ട് തളർത്തിക്കളഞ്ഞു. ഹെൽത്തി ആയിട്ടുള്ളൊരു അമ്മയാണെങ്കിൽ അത്രയും നമുക്കൊരു വിഷമം തോന്നില്ല. അതും എല്ലാവരും പറഞ്ഞിരുന്നത് അമ്മയായിരിക്കും ആദ്യം പോവുക, കാരണം അമ്മയ്ക്ക് അത്രയും ഹെൽത്ത് വൈസ് ഇഷ്യൂസ് ഉള്ള അമ്മയായിരുന്നു. അമ്മയായിരിക്കും ആദ്യം പോവാന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അപ്പച്ചനാണ് പെട്ടെന്നൊരു ദിവസം രാവിലെ കണ്ടിട്ട് പോയ ആൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ മരിച്ചെടുക്കുന്നതാണ് കണ്ടത്, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു 3 വർഷം 3 നേരം ഉണ്ണാൻ, വയറ് നിറച്ച് ഉണ്ണാൻ ഇല്ലാണ്ട് വിഷമിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊക്കെ പഠിത്തവും ട്യൂഷൻ എടുപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ മറന്നുപോകും. എന്നാലും അമ്മ മുഴുപ്പട്ടിണി എടുത്തിട്ടില്ല. അപ്പോൾ ആ കമൻ്റ് ഇട്ട ആൾ ഞാനൊന്നും പറയുന്നില്ല, എന്താ പറയുക, ഒന്നും പറയാനില്ല. അപ്പോൾ അതാ അങ്ങനെ പോട്ടെ, അല്ലേ, എന്തിനാ സങ്കടപ്പെടുന്നത്? ഇപ്പം നമുക്ക് ദൈവം തരുന്നുണ്ടല്ലോ, നന്ദി പറയാം ദൈവത്തിന്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ രാവിലെ എൻ്റെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ സെൻറ്റിമെൻറ്റ്സ് ആക്കിയല്ലേ, അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ ഞാൻ കട്ടൻ ചായയൊക്കെ വെച്ചു കേട്ടോ. കട്ടൻ ചായ വെച്ചു. ഒരു ചായ കൂടി ഇപ്പോൾ കുറഞ്ഞതായിരുന്നു ഒരിടക്ക്, പിന്നെ എനിക്ക് ഇത്തിരി ചായ കൂടി ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദാ ഒരു പിടി വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ കഴുകി കൂട്ടിപ്പിടിച്ച് പുഴുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ അരിയുന്നത്. ഞാൻ ഒരു ദിവസം അരിഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ചേച്ചി അതങ്ങനെ നോക്കൂ, പുഴുണ്ടെങ്കിൽ അറിയില്ല എന്ന്. ഇല്ലടാ മക്കളെ, ഞാൻ ഇങ്ങനെ നോക്കും, അത്യാവശ്യം നല്ല കാഴ്ചയുള്ളൊരു കണ്ണാണ് എൻ്റെ. അപ്പം ഞാൻ ശരിക്കും നോക്കിയിട്ട് ചെയ്യത്തുള്ളൂ. എന്തെങ്കിലും കണ്ടാൽ ഞാൻ അപ്പം തന്നെ മാറ്റുകയും ചെയ്യും. അപ്പോൾ അതാ ചോറ് കെട്ടാൻ വേണ്ടി ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും കൂടി നമുക്ക് റെഡിയാക്കാം. ഞാനിത് ചെയ്ത ഷോർട്സിലെ വെണ്ടയ്ക്കയ്ക്ക് പകരം കോവയ്ക്ക് എന്ന് പറഞ്ഞു കേട്ടോ. സോറി കേട്ടോ, ഇവിടെ ഞാൻ എന്താ സോറി പറയാണ്. ഞാൻ അവിടെ കമൻസിലൊക്കെ ഞാൻ സോറി പറഞ്ഞു, ഞാൻ അറിയാണ്ട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്താ ഒന്നുകൂടെ സോറി കേട്ടോ. പെട്ടെന്നുള്ള ധൃതിക്ക് അങ്ങ് വോയിസ് കൊടുത്തപ്പോൾ പറ്റിയതാന്നേ. അപ്പം അത് അവിടുത്തെ തക്കാളിയല്ല, എപ്പോഴും ഈ വെള്ളിവീഴ്ചയാണ്. അത് സവാളയൊക്കെ പൊരിഞ്ഞ് വന്നപ്പോഴത്തേനും അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വെണ്ടയ്ക്കൊക്കെ ഒരു നോളപ്പുണ്ട്, ആ മാറാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം, അല്ലെങ്കിൽ 2 തുള്ളി നമ്മുടെ സിന്തറ്റിക് വിനീഗർ ഇല്ലേ അതിട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചനക്കടലയുടെ ആ ഒരു എയറൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ പോയി നല്ല സെറ്റായിട്ടുണ്ട്. പക്ഷെ എനിക്കിതൊന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചാറായിട്ട് വേണ്ട, നല്ല ഡ്രൈ ആയിട്ട് മതി. അപ്പം നമ്മുടെ വെണ്ടക്ക ഇതാ ഞാനൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടക്കനെന്ന് പറഞ്ഞ് അടുക്കി പിടിക്കും, കാരണം ഒട്ടും കട്ടിയില്ലാത്തൊരു പാത്രമാണിത്. അപ്പോൾ അതിലേക്ക് ഇതാ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് നൂലൊക്കെ പോകാൻ വേണ്ടി 2-3 തുള്ളി വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാ സൈഡായിട്ട് ഒരു ചമ്മന്തി വെക്കണമല്ലോ. അപ്പോൾ തലേ ദിവസം കഞ്ഞിക്ക് ഉണക്കച്ചെമ്മീൻ വറുത്തത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും, ഒരു 3 ചെറിയുള്ളി, ഒരു 1/2 മുറി തേങ്ങയും, തലേ ദിവസം മീൻകറി വെച്ചിട്ട് എടുത്ത മാങ്ങയുടെ ഒരു കുഞ്ഞ് കഷ്ണം ഉണ്ടായിരുന്നു. അത് ആ മാങ്ങാണ്ടിന്ന് അങ്ങോട്ട് ചെത്തി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ സാധനവും 2 ഇതിൽ വേപ്പിലയും ആവശ്യത്തിന് ഉപ്പും എല്ലാവരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഞാൻ അരച്ചെടുക്കുകയാണ്. വെളിച്ചെണ്ണ അധികം ഒഴിച്ചില്ല, കാരണം ആ ചെമ്മീൻ വറുത്തതിൻ്റെ ഇതിൽ അത്യാവശ്യം ഓയിലുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടി പോരാൻ തോന്നിയപ്പോൾ ഇച്ചിരി കാശ്മീരി ചില്ലി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് നല്ല
തരിപ്പായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തിയും മെഴുക്ക് വരട്ടിയും കടലുപ്പേരിയൊക്കെ ആകുമ്പോഴത്തേനും എൻ്റെ മക്കൾ ഹാപ്പി ആയിക്കോളും. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ കൂട്ടിത്തിരുമ്മി ഉണ്ട പിടിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ചെമ്മീൻ ചമ്മന്തി. ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പല ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കറികൾ കൊണ്ടിട്ടൊക്കെ പുറത്ത് ആരോടൊന്നും പറയില്ല കേട്ടോ. അമ്മയും ഞാനും അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവും. നമ്മൾ എന്താ കഴിക്കുക നമ്മൾ പുറത്ത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ. അങ്ങനെ അങ്ങ് പോവും. അപ്പോൾ അതൊക്കെ അവിടെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ആ ഒരു വെള്ളക്കടലക്കറിയിലേക്ക് ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ഗ്രേവിയിലേക്ക്, ഗ്രേവി അല്ലല്ലോ എന്താ പറയുക, ആ ഒരു കറിയിലേക്ക് നമ്മൾ കുറച്ച് പട്ടയല്ല നമ്മുടെ കറുകയുടെ ഇലയും പിന്നെ അതേപോലെ തന്നെ വറ്റൽമുളകും വേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലല്ല കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. പിന്നെയും ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തി ഞാൻ അങ്ങ് തെളിയിച്ചെടുത്തിട്ടുണ്ട്. നല്ല എണ്ണ തെളിഞ്ഞ് അതിൻ്റെ വെള്ളം പറ്റി വരുന്നവരേക്കും ഞാൻ എന്താ കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചില്ല. ഈ കുക്കറിന് വേറൊരു മൂടിയും കൂടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ഒരു മൂടി ഉണ്ടായിരുന്നു. അത് വെച്ച് അടിച്ചപ്പോൾ നമുക്ക് കാണാമല്ലോ വെള്ളം എത്രയാണ് പറ്റിയേക്കണത്, നമുക്ക് അത്രയും മതി എന്നുള്ളതൊക്കെ കാണാമല്ലോ. അപ്പം അങ്ങനെ അത് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കറികളും ചോറും എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ജോക്കുട്ടനെ വിളിക്കുക. അന്നക്കുട്ടീനെ നേരത്തെ വിളിച്ച് അന്നക്കുട്ടി അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ കുളിക്കാനൊക്കെ പോയി ലഞ്ച് ബോക്സ് ഒക്കെ അവൾ എടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് കെട്ടാനായിട്ടുള്ള. അപ്പോൾ ജോക്കുട്ടനെ അന്നക്കുട്ടി കുളിക്കാൻ കയറിയത് കൊണ്ട് എപ്പോഴും അവനകത്തുനിന്ന് പല്ല് തേക്കുന്നത്, ഇടയ്ക്കൊന്ന് പുറത്തൊക്കെ വന്ന് പല്ല് തേക്കും. അപ്പോൾ ഞാൻ ഇന്നതാ അന്നമോള് കുളിക്കുകയാണ്, പുറത്ത് നിർത്തിയിട്ടാണ് ഞാൻ പല്ലൊക്കെ തേപ്പിക്കുന്നത്. അപ്പോൾ അവൻ അലക്കലിൻ്റെ മേളിലിരുന്ന് പല്ല് തേക്കണം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ തേച്ചോ എന്ന് പറഞ്ഞിട്ട് അവസാനം ഇറക്കി പുറത്തിരുത്തി തന്നെ നമുക്കൊരു മെയിൻ പൈപ്പ് ഉണ്ടാവുമല്ലോ എല്ലാ വീടിൻ്റെയും പുറത്ത്. അപ്പോൾ നമ്മുടെ ഈ സൈഡിലാണ് കേട്ടോ പൈപ്പ്, കിളിക്കൂടിൻ്റെയൊക്കെ സൈഡിലാണ്. അപ്പോൾ അവിടെ നിർത്തി നന്നായിട്ട് വായും മുഖമൊക്കെ കഴുകിച്ചിട്ടുണ്ട്. അവന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത ശേഷം മാത്രമേ കുളിപ്പിക്കാൻ കൊണ്ടുപോകുള്ളൂ. കുളിച്ചിട്ടാണ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ആകെ അത്തവും പിത്തവും ഒക്കെ അവൻ്റെ മേൽ മുഴുക്കൻ അവനാക്കും. എന്നിട്ട് വെള്ളയപ്പത്തിൻ്റെ മാവ് ഒരിച്ചിരിയൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ടൊന്നും പൊങ്ങിയില്ല. പക്ഷെ ഞാൻ എന്നാലും ആ ഉള്ളത് കൊണ്ടിട്ട് ഒരു അപ്പം പോലെ ആക്കിയെടുക്കാമെന്ന് കരുതി ഞാൻ വെള്ളയപ്പം ആക്കിയെടുക്കുകയാണ്. ശരിക്കും ഇത് പത്തിരി പോലത്തെ ഒരു അപ്പമായിട്ട് മാറി. പക്ഷെ എന്നാലും വേണ്ടില്ല, നമ്മളത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ഈസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല വെള്ളയപ്പമല്ല. അപ്പം നമുക്ക് നല്ല വേറെ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ദോഷമായിട്ടൊന്നുമില്ല. പച്ചരി ഉണ്ട്, തേങ്ങയുണ്ട്, കുറച്ച് ചോറുണ്ട്, 2 പിടി അരിപ്പിടിയുണ്ട്, ഉപ്പുണ്ട്, പഞ്ചസാരയുണ്ട്, ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നന്നായിട്ട് ആവിയിൽ ചുട്ടെടുത്ത് വേവിച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ പിന്നെ അന്നമോൾക്കുള്ളതാണ്. അപ്പോൾ ഞാൻ ചോറ് കെട്ടി വെച്ചപ്പോഴത്തേനും അന്നക്കുട്ടി വന്നിട്ട് ഈ ലഞ്ച് ബോക്സാണ് നിങ്ങളെപ്പോഴും കാണുന്നത് കേട്ടോ ഷോർട്സിലൊക്കെ. അന്നക്കുട്ടിയുടെ ജോക്കുട്ടൻ്റെ ലഞ്ച് ബോക്സ് കാണണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വരില്ലേ. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ അതിങ്ങനെ കെട്ടി ഞാൻ വെക്കും. അവളാണ് വന്നിട്ട് അതൊക്കെ ഇങ്ങനെയൊക്കെ മറ്റേ നമ്മുടെ ടവലിലെല്ലാം കെട്ടി സെറ്റാക്കി ബാഗിൽ വെക്കണത്. പിന്നെ ഞാൻ ജോക്കുട്ടൻ്റെ പൊക്കി എടുത്തിട്ട് കുളിക്കാൻ കൊണ്ടുപോവാണ്. അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 പേരുടെയും മുടിയൊക്കെ കെട്ടി, അവളുടെ മുടിയൊക്കെ കെട്ടി, ജോക്കുട്ടൻ ഉടുപ്പൊക്കെ ഇടിയിച്ച് പിന്നെ പപ്പ നടക്കാൻ പോകുന്നുണ്ട്. നടക്കാൻ പോയിട്ട് വന്നിട്ട് പിള്ളേരെയും കൊണ്ട് പോവാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ മുതലുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഒത്തിരി നാളായി മോർണിംഗ് വ്ളോഗൊക്കെ ചെയ്തിട്ടല്ലേ. എപ്പോഴും കുട്ടികളെ വിട്ട ശേഷമാണ് ഞാനിപ്പോൾ വ്ളോഗ് എടുക്കാറ്. കാരണം ആ ഒരു ധൃതി വേണ്ടല്ലോ. അപ്പം ഇന്ന് കുറച്ച് നേരത്തെ എണ്ണീറ്റുകൊണ്ടും ഇവർക്ക് നേരത്തെ പോകേണ്ടത് കൊണ്ടും എന്തായാലും വ്ളോഗ് എടുത്തേക്കാന്ന് കരുതി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനും അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ വലിയ ചിലവൊന്നുമില്ലല്ലോ, അങ്ങ് പ്രസ് ചെയ്തോളൂന്നേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണും. അപ്പോൾ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, നല്ലത് പറയുന്ന, കുറ്റം പറയുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.